ഞാൻ നിങ്ങളുടെ സിക്കം ബിഫോർ യൂട്യൂബ്. ഐ നോ നോബഡി കേസ്. കോട്ട് പടത്തിന് നിങ്ങൾ എല്ലാവരും ചോദിച്ചു എവിടെ ഉണ്ണിക്കണ്ണ സിനിമ കണ്ണ. നിക്ക് ഞാൻ ഗസ് ചെയ്യാം. ഇത്ര ആലോചിക്കേണ്ട സമയമൊന്നും വേണ്ട. എനിക്കറിയാം, ഓരോ സിനിമ ഇറങ്ങുമ്പോൾ അതിനൊപ്പം ഏതെങ്കിലും ഒരു അപരാധങ്ങൾ പുറത്തു വരുന്ന സ്ഥലം, നമ്മുടെ ആറാട്ടെണ്ണം പെറ്റുകിടക്കുന്ന സ്ഥലം, അലഞ്ചോസ് പെരേര പൂണ്ട് വിളയാടുന്ന സ്ഥലം, വൺ ആൻഡ് ഒൺലി വനിതാ വിനീത തിയേറ്റർ. അപ്പൊ ഞാനൊക്കെ സർപ്രൈസ് ആക്കി വെച്ചിരിക്കുന്നു മോനെ. സർപ്രൈസ് ഒക്കെ പൊളിഞ്ഞു മോനെ. ഞാനിന്ന് സിനിമ കാണുന്നത് വനിതാ വിനീത തിയേറ്ററിൽ. അപ്പൊ നമുക്കിനി കുഞ്ഞിക്കണ്ണന്റെ ചില സോറി മൊണ്ണത്തരങ്ങൾ കാണാം. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കൊതുകടിയും കൊണ്ട് കിടന്ന് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു പോലീസുകാരെ എന്താ ഇവിടെ കിടക്കണെന്ന് ചോദിച്ചു. അപ്പൊ പോലീസുകാർ എന്താ പറഞ്ഞറിയോ, റൂം എടുത്ത് പോയി കിടക്കെന്ന് പറഞ്ഞു. അതിന് എന്തിനാ ഉണ്ണിക്കണ്ണ കിടന്ന് കരയണേ? റൂം എടുത്ത് കിടക്കാനല്ലേ പറഞ്ഞുള്ളൂ, അല്ല റെയിൽവേ ട്രാക്കിൽ കയറി കിടക്കാനെന്ന് പറഞ്ഞില്ലല്ലോ. മൂഞ്ചി. കഴിക്കുന്നേ പൊന്ന് കഴിക്ക്. എന്റെ വാവയാണ്. ഇതേപോലെ ഇനിയും വാങ്ങിത്തരാം, കഴിക്കിട്ടാ. തേൻമുട്ടായി ഞാൻ വാങ്ങാൻ പറഞ്ഞു, മറന്നതല്ലേ. ഞാൻ തേൻമുട്ടായി വാങ്ങിത്തരാട്ടാ. ഉണ്ണിക്കണ്ണ അടിച്ചു മാറ്റിയ പെൻഷൻ കാശ് കൊടുത്തിട്ട് വല്ല പണിക്കും പോകാൻ നോക്കടാ. ഇത്ര നാൾ നാട്ടുകാർക്കായിരുന്നു, ഇപ്പൊ വീട്ടുകാർക്കും സ്വയം കൊടുക്കത്തില്ലെന്ന് തോന്നുന്നു. എന്റെ വിജയണ്ണ, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. ഞാൻ പാലക്കാട് വന്നിരിക്കുന്നു. പാവപ്പെട്ടവർക്ക് എന്നെ കൊണ്ടാകണത് ചോറ് കൊടുക്കാനുള്ള വഴിയില്ല വിജയണ്ണ. ഇവൻ കഴുത്തെ തൂക്കിയ സാധനം അടിച്ചതിന്റെ പകുതി പൈസ മതിയല്ലോ ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കുക. അപ്പൊ ഞാനിത് ഈ താത്താവർക്ക് കൊടുക്കാണ്. മതി അപ്പൂപ്പ. 4 പഴത്തിനുള്ള ഡയലോഗ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് സ്പോൺസർ ചെയ്തത് അക്കുവാണ്. തിരുവഴിയാടുള്ള റോയടി ആന്റിയപ്പന് പേരക്കുട്ടി ലത ചേച്ചിന്റെ മകനാണ്. അവസാനം പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്നാലും 4 പഴത്തിന് സ്പോൺസറാ. ഞാൻ എന്തായാലും നിരുത്സാഹപ്പെടുത്തുന്നില്ല, എന്തായാലും കാണിക്കും. കാര്യം തെറ്റിയിരിക്കില്ലേ, പട്ടി പൊങ്ങിയതല്ല പുണ്ണിക്കാരൻ കരയുന്നതാണ്. വിജയണ്ണനെ കാണാൻ കൈ ഫോട്ടോ അല്ലേ ഇരിക്കുന്നത്, എടുത്ത് അങ്ങോട്ട് നോക്കടാ. ആഞ്ജനേയ സ്വാമി. ഇതുപോലുള്ള ഫാൻസ് കാണാൻ വിജയണ്ണ നല്ല ലുക്ക് കിട്ടുന്നുണ്ട്. ചിലവന്മാര് പുതിയ പടം ഇറങ്ങുന്നത് നോക്കിയിരിക്കും, എന്തെങ്കിലും പറഞ്ഞ് വൈറലാകാൻ വേണ്ടി. പടം പൊളിച്ചു, ഒരു രക്ഷയില്ലാത്ത പടം സൂപ്പറാണ്. ബീജം ഒക്കെ പക്കയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. പേടിച്ച് ഭയന്നിട്ടുണ്ടല്ല, മൂത്രം പോയി. പ്രമോഷനൊക്കെ കൊള്ളാം. നാണുമാനും ഇല്ലൂടെ നോക്കി കാണിച്ചു നോക്കിയതേ. കാണിച്ചു കൊടുക്കുമ്പോഴുള്ള സന്തോഷം കണ്ടോ? കണ്ടെത്തുന്ന അവാർഡ് കിട്ടിയായിരുന്നു. പേടിച്ചിട്ട് മൂത്രം പോയ സിനിമയാണ് കേട്ടോ. അപ്പൊ മൂത്രതടസ്സമുള്ള എല്ലാ രോഗികൾക്കും ഞാൻ ഗോഡ് സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു. മൂത്രതടസ്സം നേരിടുന്ന ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നിങ്ങൾക്കുണ്ട്, ഈ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത ആഴ്ച ഇതിനെക്കാട്ടി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.